ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് ഉച്ചയ്ക്ക് ചോറിനൊരു പരിപ്പ് കറിയാട്ടോ വെക്കണത്. അപ്പോൾ പരിപ്പ് കഴുകി അതിലേക്ക് മഞ്ഞൾപ്പൊടി ഇട്ടു, ഉപ്പിട്ട് കൊടുത്തു. പിന്നെ പച്ചമുളക് ഇടണം കേട്ടോ. പച്ചമുളക് നല്ല എരിവുള്ള മുളക് തന്നെ ഇടണം കേട്ടോ. പിന്നെ ഒരു ശകലം സവാള, ഒരു ചെറിയ സവാളയുടെ പകുതി മതി കേട്ടോ. ഞാനിപ്പോൾ ഇത്ര കുറച്ച് പരിപ്പ് എടുത്തിട്ടുള്ളൂ. അപ്പോൾ അതിന് ആ ഒരു ചെറിയ സവാളയുടെയും പകുതി ഞാൻ ഇട്ടിട്ടുള്ളൂ. അപ്പോൾ നന്നായിട്ട് എരിവിന് വേണ്ടിയിട്ട് നമ്മൾ പച്ചമുളക് നല്ല എരിവുള്ളത് ഇടണം കേട്ടോ. അപ്പോൾ അതവിടെ വേവിക്കാനായിട്ട് ഞാൻ വെച്ചു. അപ്പോൾ ആ സമയത്ത് എനിക്ക് തോരനൊന്നും ഇല്ലായിരുന്നു കേട്ടോ. അപ്പോൾ എൻ്റെ മുറ്റത്തൊരു ശകലം ചീര നിൽപ്പുണ്ടായിരുന്നേ. അപ്പോൾ അത് ഞാൻ നുള്ളിക്കൊണ്ട് വന്നു കേട്ടോ. ഈ ചീര എനിക്ക് നമ്മൾ പുറത്തുനിന്ന് മേടിക്കുന്ന പച്ചക്കറീനേക്കാളും എല്ലാം ഇഷ്ടം നമ്മുടെ വീട്ടിൽ നട്ട് നമ്മൾ ഉണ്ടാക്കണില്ലേ, വിഷാംശം ഒന്നും ഇല്ലാത്തത്. അതിനായിട്ട് ഏറ്റവും ടേസ്റ്റ് ചീരയില, പിന്നെ കപ്പളങ്ങ, അങ്ങനെയൊക്കെയുള്ള സാധനങ്ങളാട്ടോ എനിക്കിഷ്ടം. പിന്നെ നമുക്കിത് എല്ലാം നമ്മുടെ വീട്ടിലുണ്ടാവില്ലല്ലോ, നിവൃത്തിയേട് കൊണ്ട് പുറത്തുനിന്ന് വാങ്ങിക്കണം മാത്രമേ ഉള്ളൂ. അപ്പോൾ ഉണ്ടെങ്കിൽ ഞാനത് എടുത്തുണ്ടാക്കും കേട്ടോ. മുത്തിന് ഇഷ്ടമല്ല, പക്ഷേ എനിക്കിഷ്ടം കേട്ടോ. അപ്പോൾ ഞാൻ ആ ചീരയില നുള്ളിക്കൊണ്ട് വന്ന് അതിലേക്ക് ഒരു 2-3 ചെറിയ ഉള്ളി അരിഞ്ഞിട്ടു, ഒരു 2 പച്ചമുളക് അരിഞ്ഞിട്ട്, ഇച്ചിരി ഉപ്പ് ഇട്ട് എണ്ണ ചൂടായപ്പോൾ അതിനകത്തേക്ക് ഇട്ട് അത് നന്നായിട്ട് ഇതേ ഇളക്കിയെടുത്ത് തട്ടിപ്പൊത്തി വെക്കുക കേട്ടോ. അതിന് എന്ത് ടേസ്റ്റാണെന്നറിയാവോ? തേങ്ങ ചേർക്കാണ്ടിരിക്കണേ കേട്ടോ ഏറ്റവും ടേസ്റ്റ്. അപ്പോൾ അതവിടെ ഇരിക്കട്ടെ. അപ്പോൾ അങ്ങനെ ഇരുന്നപ്പോഴത്തേക്ക് നമ്മുടെ പരിപ്പ് കറി ആവശ്യത്തിന് വെന്തിട്ടുണ്ട്. അപ്പോൾ ഇത് ഒരുപാട് കുറുകി പോകരുത്, ഒരുപാട് ലൂസായിട്ട് ഇരിക്കരുത് കേട്ടോ. ഈ ഒരു കൺസിസ്റ്റൻസി ആയിരിക്കണം കേട്ടോ അതിന്. അപ്പോൾ ഞാൻ ഇതിനെ കോരി കാണിച്ചു തന്നെ. അപ്പോൾ അതിലേക്ക് നമ്മൾ ഇടുന്നത് ഈ വെളുത്തുള്ളി നമ്മളൊരു 5-8 അല്ലി ചതച്ചെടുക്കണം കേട്ടോ. നന്നായിട്ട് ചതച്ച് ഇങ്ങനെ ക്രഷ് ചെയ്തെടുക്കുമല്ലോ, അതിൻ്റെ ചതയ്ക്കണം, കല്ലും കൊണ്ട് ചതച്ചെടുക്കണം. എന്നിട്ടത് അതിനകത്തേക്ക് ഇട്ടിട്ട് നമ്മളത് മൂടി വെച്ചു കേട്ടോ. നന്നായിട്ട് തിളച്ച് ആ വെളുത്തുള്ളിയുടെ പച്ച ചുവയുണ്ടല്ലോ അത് ശരിക്കും പോകണം കേട്ടോ. അപ്പോൾ ഈ വെളുത്തുള്ളി ഇടുന്നത് കൊണ്ട് നമുക്ക് ഈ പരിപ്പിനൊരു കുത്തൽ ചുവയുണ്ട്, ആ ചുവ എല്ലാം പോകും കേട്ടോ വെളുത്തുള്ളി ഇട്ട്. അപ്പോൾ നമ്മുടെ കറി ഏകദേശം റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കത് താളിക്കണം കേട്ടോ. അപ്പോൾ താളിക്കാൻ വേണ്ടിയിട്ട് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു. ഇനി അതിലേക്ക് നമ്മൾ കടുക് പൊടിക്കണം. അപ്പോൾ ഇതിനകത്ത് നമ്മൾ താളിക്കുന്ന സാധനങ്ങളിൽ വ്യത്യാസമുണ്ട് കേട്ടോ. അത് സാധാരണ കടുകും ഉള്ളിയും അങ്ങനെ ഇട്ടൊക്കെയല്ലേ താളിക്കണേ. അപ്പോൾ ഇതിന് താളിക്കുന്നതിലും വ്യത്യാസമുണ്ട്. അതാണ് ആ കറിയെ വ്യത്യസ്തമാക്കുന്നത് കേട്ടോ. അടിപൊളിയായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ വേറൊരു വീട്ടിൽ പോയി കഴിച്ചപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ടു. അപ്പോൾ ആ ഇത്താടത്ത് ഞാൻ റെസിപ്പി ചോദിച്ചിട്ട് ഉണ്ടാക്കണേ കേട്ടോ. അപ്പം നമ്മൾ എണ്ണയിൽ കടുക് പൊട്ടിയപ്പോഴത്തേക്കും ഉണക്കമുളകും കറിവേപ്പിലയും ചെറിയ ജീരകം, ഒരു 5-6 ചെറിയ ജീരകം കൂടെ ഇട്ടിട്ടാട്ടോ നമ്മൾ താളിച്ചത്. തീർന്നിട്ടില്ല. ഇനി നമുക്ക് അതിന് വ്യത്യസ്തമാക്കുന്ന ഒരു കാര്യം കൂടെ കൂടിയുണ്ട്. നമ്മൾ അതിനകത്തേക്ക് മല്ലിയില ചേർക്കുന്നുണ്ട് കേട്ടോ. എനിക്ക് മല്ലിയില പൊതുവെ ഇഷ്ടമല്ലാത്ത ഒരാളാണ്, പക്ഷേ ഞാൻ ആദ്യമായിട്ടാട്ടോ അത് ഇങ്ങനെ യൂസ് ചെയ്യുന്നത് കറിയിൽ. അപ്പോൾ മല്ലിയില ഒരുപാട് വേണ്ട, ഒത്തിരി ഇട്ട് കഴിഞ്ഞാൽ അതിൻ്റെ കുത്തൽ വരും. അപ്പോൾ ഒത്തിരി ഒന്നും വേണ്ട. അപ്പോൾ മല്ലിയില ഇട്ട് മൂടി വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കറി റെഡി. അടിപൊളിയായിരുന്നു കേട്ടോ. ഞാനിത് ചോദിച്ച് എനിക്കിങ്ങനെ ആയിത്ത പറഞ്ഞു തന്ന് ഞാൻ ആയിത്തന്നെ വിളിച്ച് ചോദിച്ച് ഉണ്ടാക്കിയതാണ് കേട്ടോ. അടിപൊളി. ഇത് നമ്മൾ ചോറിന് മാത്രമല്ല, ബിരിയാണിക്കും ചപ്പാത്തിക്കും വരെ ഈ കറി അടിപൊളി, സൂപ്പർ. ഇതാണ് കറി. എല്ലാവരും ഉണ്ടാക്കി നോക്കണം കേട്ടോ.